സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് കോൺഗ്രസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഈ മാസം 13-ന് KPCC യോഗം ചേരും. പ്രഖ്യാപനം വൈകിയെങ്കിലും കളം പിടിക്കാൻ ലക്ഷ്യമിട്ട് സജീവമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. സർപ്രൈസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിൽ പ്രചാരണം തുടങ്ങി. തൃശൂരിൽ K മുരളീധരനും വോട്ട് തേടി തുടങ്ങി. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം ഏകോപിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ വയനാട്ടിലെത്തി. വയനാട് ഒഴികെ 19 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ സജീവമാണ്. ഏറെ വൈകാതെ രാഹുൽ ഗാന്ധിയും പ്രചാരണ രംഗത്ത് സജീവമാകും. ഇത്തവണ 20 സീറ്റും ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് പ്രചാരണം. 2019 കൈവിട്ട ആലപ്പുഴ തിരിച്ചുപിടിച്ച് സമ്പൂർണ്ണ വിജയം നേടുകയാണ് ലക്ഷ്യം. KC വേണുഗോപാൽ മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിച്ചതോടെ പ്രവർത്തകരും ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഈ മാസം 13-ന് KPCC യോഗം ചേരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരത്തിലാണ് കോൺഗ്രസ് പ്രതീക്ഷ. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിലെ ഭക്ഷ്യക്ഷാമവും പ്രധാന ആയുധമാക്കും. സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാക്കി സ്ത്രീ വോട്ടുകൾ അനുകൂലമാക്കാനാണ് ശ്രമം. മലയോര മേഖലയിൽ വന്യമൃഗ ആക്രമണങ്ങൾ പതിവായതും സർക്കാരിന്റെ അനാസ്ഥയും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ പ്രചാരണത്തിൽ പ്രധാന വിഷയമാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കം ദേശീയ നേതാക്കളെയും കളത്തിലിറക്കി പ്രചാരണം കൊഴുപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.